ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇവിടേക്കൊക്കെ നേരം വെളുത്തപ്പോഴേനെ മഴ ഉണ്ടാ. എല്ലായിടത്തേക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ കർക്കിടം വന്നതിന് ശേഷം നല്ലൊരു മഴ കിട്ടിയത് ഇപ്പം ഇന്നാണ് കേട്ടോ. അപ്പം മഴ കിട്ടാൻ നേരത്ത് കിട്ടാഞ്ഞാൽ അതും ഇടങ്ങാറ് തന്നെയാണ്. കർക്കിടക മാസത്തിലൊക്കെ നല്ല മഴ കിട്ടണം. നെല്ലും കതിരുമ്പോൾ കൂടി ഇങ്ങനെ വെള്ളം ഒലിച്ചണ മഴ ഉണ്ടെങ്കിലേ നമുക്ക് നെല്ലും അരിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ തൊപ്പിക്കോട്ടൊക്കെ ചുടിങ്ങാണ്ട് അപ്പം മഴ ഇങ്ങനെ പാറ്റണുണ്ട്. പണ്ട് നിന്നതാണ് കേട്ടോ. വെള്ളമൊന്നും എവിടെയും വറ്റിയിട്ടില്ല. അപ്പം മേലിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റിങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണം. നല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ വേറെയും ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെ പറ്റിയ കാലാവസ്ഥയാണെന്ന്. അങ്ങനത്തെ കാലാവസ്ഥ ഉള്ള സമയത്താണ് നമുക്ക് അധികം ഫലം ചെയ്യലെന്ന് നമ്മൾ കേട്ടിക്കണേ. അപ്പം അതാട്ടെ അപ്പോൾ നമ്മളതിക്ക് പച്ചമുളക് എടുക്കണം കേട്ടോ. അപ്പം മുളകൊക്കെ ചുവപ്പ് നിറാവൽ തുടങ്ങിക്കണേ. അപ്പോൾ നമ്മൾ വിത്തിനൊക്കെ വെക്കേണ്ടത് ഫസ്റ്റിലുണ്ടാവേണ്ടത് വെക്കണം കേട്ടോ. ലാസ്റ്റിക്ക് ആകുമ്പോൾ മുളകിൻ്റെ ശേഷി ആരോഗ്യമൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിത്തിനുള്ളത് എടുത്ത് വെക്കണം. അതിനടുത്ത് വെച്ചിക്കണേ. അപ്പോൾ നമ്മൾ നല്ല പുളിയിലൻ്റെ ചമ്മന്തിയായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാ ഇലകൾക്കും ഔഷധം കൂടുന്നതാണല്ലോ കർക്കിടക മാസത്തിൽ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഇല നമുക്ക് തിന്നാൻ പറ്റുമോ ആ ഇലകളൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുളിയിലൻ്റെ ചമ്മന്തിയാണ്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ടേസ്റ്റ് എന്നാൽ. അപ്പോൾ നമ്മളൊരു മുറി തേങ്ങയൊക്കെ അരച്ചിക്കാണ്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അമ്മിമ്മ തന്നെ അരക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ചമ്മന്തിയെല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അമ്മിമ്മ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അമ്മയൊക്കെ നല്ല തേച്ച് കഴുകി. അപ്പോൾ നമ്മൾ ഇല നന്നായി അരക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തൊള്ളിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ നന്നായി ഇല അരച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഇല എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇല അരച്ച്. അപ്പോൾ പുളിപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ പുളിയിട്ട് കൂടുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഈ കർക്കിടക മാസം പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കി നോക്കി. നല്ല ഔഷധം കൂടുന്നതാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ആരോഗ്യമില്ലാതെ ജീവിച്ചിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളിയും കല്ലുപ്പും ഒരു മുറി തേങ്ങനെ നമ്മൾ ഇട്ടുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ ഒന്ന് കൂട്ടണമെങ്കിൽ ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉമ്മാക്കും എൻ്റെ വലിയ മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത്ര തൃപ്തിയില്ല. അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കൂട്ടിയും ചെയ്തിരിക്കണേ. അങ്ങനത്തെ ഒരു ഔഷധ മരുന്നല്ല. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും കുട്ടിങ്ങാണ്ടായിട്ടൊന്ന് ചോറ് തിന്നത്. അപ്പോൾ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞോന്നാവോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ എല്ലാവരും കുറവാണ്. എന്താണെന്നാവോ ലൈക്ക് ഇടാൻ തോന്നിയിട്ടാണോ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈക്ക് ഇട്ടെങ്കിലേ നമ്മളെ വീഡിയോ ഒക്കെ മുൻപേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി ഇല കൂട്ടി അരച്ചിക്കണേ. അപ്പോൾ ഇലയൊക്കെ നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ എങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ തിന്നുക. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചിങ്ങാണ്ട് ഇപ്പോഴൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മളെടുത്ത്. അപ്പോൾ നമ്മൾ ലേസം ചോറ് കൊടുങ്ങാണ്ട് അമ്മിമട്ടുങ്ങാണ്ട് അതും ഒന്നുകൊണ്ട് എടുത്തിട്ടാ. അപ്പോൾ കുട്ടികൾക്ക് ഞാനില്ല കുറച്ച് തൊള്ളയിലിട്ട് എൻ്റെ മോനക്കും കൊടുക്കാമെന്ന് വിചാരിച്ചുങ്ങാണ്ട്. അപ്പോൾ തന്നെ ഉള്ളു കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ എടുത്തിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ട്. അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഈ കർക്കിടകം പോണീൻ്റെ മുമ്പായിട്ട് ഉണ്ടാക്കാൻ ആരും മറക്കണ്ട. വലിയ ചിലവൊന്നുമില്ലല്ലോ. നമുക്ക് ചിലവൊന്നുമില്ല. ഇനി പുളിമരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പുളിന്തയ്യാൾ ഇങ്ങനെ കുപ്പിയിലൊക്കെ നോക്കിയാൽ കിട്ടുട്ടാ. അപ്പോൾ അങ്ങനത്തെ പുളിൻ്റെ ഇല ആയാലും മതി. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കൂട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പടുകൂട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തില്ല ഇത് ചേമ്പും താളും അതിൻ്റെ തൂമ്പലിയൊക്കെ കൂട്ടി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ 10 ഇലകളിൽ ഫസ്റ്റത്തെ പറഞ്ഞിട്ടുണ്ടേ തന്നെ ചേമ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ചേമ്പ് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ഇതായിക്കാണ്ട് ഞാൻ വിചാരിച്ച് ഇന്നത്തെ കാലാവസ്ഥ കണ്ട് ഇതൊക്കെ തടിക്ക് പിടിച്ചല്ലേ. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തത് ഇന്ന് തന്നെയാണ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇല്ലാത്ത നേരം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അല്ല ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കർക്കിടകമൊക്കെ കഴിഞ്ഞ് തുടങ്ങല്ലേ. അപ്പോൾ നമ്മളിതാ നല്ല തൂമ്പലിയും താളും ഒക്കെ നന്നായി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കൈകിങ്ങാണ്ട് കൊണ്ടുവന്നാണ് കേട്ടോ. എന്നാലും നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കാണാൻ ഒന്നും കൂടി കഴുകുക. എന്തെങ്കിലും ജന്തുക്കളൊക്കെ പറ്റി പിടിച്ചിക്കണമെന്നൊന്നും അറിയില്ലല്ലോ.
അപ്പോൾ നമ്മൾ ചേനൻ്റെ ഇലയൊക്കെ നാളെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എടുത്തുകൊണ്ട് ഉപ്പേരിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരുവിധ ഇലയൊന്നും ഇവിടെ കിട്ടാനില്ല, ചിലത് കിട്ടണമൊക്കെ നമ്മൾ കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കഴിക്കാണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വീഡിയോയിൽ ഇട്ടിട്ട് ആരും അങ്ങനെ ഒന്നും കാണുന്നില്ല, ആർക്കും അങ്ങനെ ആ ഇമ്മൽക്കൊന്നും വലിയ കമ്പല്ലേക്കും. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിൽ ഇടാൻ നിന്നിട്ടില്ല, നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കി. അപ്പോൾ തന്നെ നമ്മൾ കുക്കറിൽ തന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. താളൊക്കെ കുക്കറിൽ വെക്കുമ്പോഴാണ് അതുകൊണ്ട് നല്ല ചൊറിയാതെ വെന്ത് കിട്ടൽ. അപ്പോൾ അത് നന്നായിട്ട് അയക്കേണ്ട ആക്കിക്കണേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തപ്പി തരഞ്ഞപ്പോൾ ഒരു 2 കായും പിന്നെ ഒരു കഷ്ണം മത്തനും അതൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഇട്ട് അപ്പോൾ ഒരു കഷ്ണം പൂളുണ്ടേനി. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചങ്ങാണ്ട് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കണ്ട. പൂളിയും താളും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പൂള വലിയ കഷ്ണാക്കിക്കണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ പറ്റണോല് കഴിച്ചാൽ മതി എന്നുള്ളതിൽ. എന്താ വെച്ചാൽ പൂള എല്ലാവർക്കും പറ്റായല്ല, പിന്നെ ആരോഗ്യത്തിന് പറ്റില്ല. അപ്പോൾ വിചാരിച്ചങ്ങാണ്ട് പ്രഷറിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ കഷ്ണങ്ങൾ വലുതാക്കി കാണാൻ ഇട്ട്. അപ്പോൾ ഞാൻ അടുപ്പുമ്മ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പുമ്മ തീയും കണലും ഒക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പുമ്മലായ കുറച്ച് നേരം ഒന്നാണ്ട് കിടന്ന് വെന്തോളും, കുറച്ച് വേവാണ്ടല്ലോ. അപ്പോൾ ഗ്യാസിന് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്ട് അപ്പം ഉച്ചക്കൊക്കെയുള്ള പണിയൊക്കെ അത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ രാത്രിക്കൊക്കെയാണ്. അപ്പോൾ അതിക്ക് ചെമ്മീൻ നല്ല പിന്നെ നെല്ലിക്കൊക്കെ ഇട്ട് വരട്ടി വെച്ചത് അതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാ. അപ്പോൾ നമ്മൾ താളൊക്കെ ഇവിടെ അടുപ്പത്ത് കിടന്നുകാണ്ട് വേവുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 വിസിലൊക്കെ ഉണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പേടില്ല, ചൊറിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉഷാറായിട്ടാണ് വെന്തോളൂ. അപ്പോൾ നമ്മളിതാ എന്തുണ്ട് ഇതൊക്കെ ഉച്ചക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. മീനുണ്ട്, അതൊക്കെ ഉച്ചക്കൊക്കെ. അപ്പോൾ രാത്രി കൂട്ടാനും ചപ്പാത്തിക്ക് കൂട്ടാനും ഒക്കെ ഇതൊക്കെ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് തുറന്ന് കാണിച്ചു തന്നെന്നുള്ളൂ. ഇതട്ടെ നമ്മൾ നെല്ലിക്കൊക്കെ ഇട്ടുകാണ്ട് ചെമ്മീൻ വരട്ടി വെച്ചത്. അപ്പോൾ അതാ പിന്നെ നമ്മൾ വൈകുന്നേരം ഇട്ട നമ്മളിതിൽ അരപ്പ് വരുന്നത്. അപ്പോൾ തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും വെള്ളുള്ളിയും ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് അരച്ചുകാണ്ട് നമ്മൾ ഇതിൽ കൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ചെമുതാളൊന്നും ചിലപ്പോൾ ഒറ്റയ്ക്ക് വേവിച്ചാൽ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വേവിച്ചാൽ മതി, ഇങ്ങനെ വേവിച്ചാൽ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ചേമ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പൊടിയായി. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അപ്പോൾ ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മൾ അത് അരപ്പൊക്കെ അയക്ക് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. 1 തുള്ളിയുടെ ശേഷം 1 വറവിട്ടും ചെയ്ത് വെളിച്ചെണ്ണയും കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ടുകാണ്ട് നമ്മളൊന്ന് വറവിട്ടും ചെയ്തിട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആക്കണേ. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആക്കണേ. അപ്പോൾ നമ്മൾ വറവിട്ടുകാണ്ട് ഒന്നാണ്ട് മൂടി വെച്ച്, വറവിട്ടാൽ ഏത് സാധനമായാലും 1-2 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് മുന്തി വരല് കേട്ടോ. അപ്പോൾ എല്ലാവരും രാത്രി കഴിക്കുന്നുണ്ട് കേട്ടോ. അതേ അപ്പോൾ നമ്മളെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ വൈകുന്നേരം തന്നെ ഉമ്മ പറഞ്ഞ് കുറച്ച് വിളമ്പിക്കൂടി ഞാൻ കൂട്ടിക്കോളാമെന്ന് പറഞ്ഞേ. അമ്മക്ക് ഈ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ എങ്ങനെയും സോക്കടൊന്നും ഇല്ലാക്കണം എന്നല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ്